ഏതായാലും നടപടികൾ ശക്തമാക്കുമെന്ന ഒരു നിലപാട് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വരുന്നു. ഖാർഗ് ഉൾപ്പെടെയാണ് ലക്ഷ്യമെന്ന് പറയുന്നു. വെനസ്വേലയിൽ എന്താണോ ആ രീതിയിലുള്ള അട്ടിമറിയിലേക്ക് നയിച്ചത്, അതുപോലെ എണ്ണ ഇവിടെയും ഒരു വിഷയമാണ് എന്നത് ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അജയ്, ആ സാഹചര്യത്തിലാണോ ഇന്ന് വിപണികളിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്? ഏഷ്യൻ വിപണിയിൽ വലിയ തിരിച്ചടി എന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എണ്ണവില വീണ്ടും ഉയരുന്നു എന്നതിൻ്റെ സൂചനകളുണ്ട്. അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന ആ രീതി അല്ലെങ്കിൽ ആ തോന്നൽ ആണോ വിപണിക്ക് തിരിച്ചടിയായത്? രേണുക, ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം വീണ്ടും റീഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത പ്രവൃത്തി ദിവസം എന്നുള്ള രീതിയിൽ മാർക്കറ്റുകൾ റീഓപ്പൺ ആയപ്പോൾ ഈ 2 ദിവസത്തെ യുദ്ധ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഹൂതികൾ കൂടി ഈ യുദ്ധത്തിൽ പങ്കാളികളായത്. ഇപ്പോൾ നിലവിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ, ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു മറുപടി, അപ്പോൾ ഇതെല്ലാം കാരണം തന്നെയാണ് നിലവിൽ ഈ മാർക്കറ്റിൽ ഇത്ര വലിയൊരു വീഴ്ച ഈ അവധി ദിവസത്തിന് ശേഷം നിലവിൽ രേഖപ്പെടുത്തിയത്. എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും വലിയ വീഴ്ചയാണ് കാണിച്ചിട്ടുള്ളത്. ജപ്പാന്റെയും അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെയും സ്റ്റോക്ക് മാർക്കറ്റ് വലിയ തോതിൽ ഇടിയുന്ന കാഴ്ച കാണാൻ സാധിച്ചു. ഇപ്പോൾ നിലവിൽ ക്രൂഡ് ഓയിലിന്റെ വില 3% വർദ്ധിച്ച് $113 പെർ ബാരൽ ആയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഓസ്ട്രേലിയ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇത് കാരണം തന്നെ ഓസ്ട്രേലിയൻ സർക്കാർ ഇന്ത്യക്ക് സമാനമായി തന്നെ അവരുടെ എക്സൈസ് ചാർജിൽ അത് കുറവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, എണ്ണവില നിയന്ത്രിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾ കൂടി കടുത്ത ഒരു എണ്ണവില പിടിച്ചു കെട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ അക്രമങ്ങളും സജീവമായി തന്നെ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ തെക്കൻ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. അവിടെ ഒരു ആരോഗ്യ പ്രവർത്തകൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. കുവൈറ്റിലും UAE-യിലും ഉൾപ്പെടെ ആക്രമണങ്ങളുണ്ട്. കുവൈറ്റിലെ ഒരു പവർ പ്ലാന്റിലേക്ക് നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചതായിട്ട് അവരുടെ ആഭ്യന്തര മന്ത്രാലയം നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പാകിസ്ഥാനിൽ വെച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഈജിപ്ത്, തുർക്കി, അതുപോലെ തന്നെ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയെ നല്ല രീതിയിൽ പുരോഗമിച്ചതായിട്ടാണ് പാകിസ്ഥാൻ നൽകുന്ന വിവരം. ഇതൊരു ദ്വിദിന ചർച്ചയാണ്. ഇന്നും ഈ ചർച്ച പുരോഗമിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഇറാനിലുള്ള ടബ്രിസിലുള്ള ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതായിട്ട് വിവരമുണ്ട്. ഇവിടെ കടുത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ തെക്കൻ മേഖലയിൽ ഇറാൻ ആക്രമണം നടത്തി. ഇവിടെ ഒരു കെമിക്കൽ പ്ലാന്റിൽ ചെറിയൊരു ചോർച്ച ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് വിവരമുള്ളത്. അതേസമയം വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമണം നിലവിൽ കടുപ്പിച്ചിരിക്കുകയാണ്. ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇവയെല്ലാം പ്രതിരോധിച്ചതായിട്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കുന്നത്. അജയ്, സുധാ ബിജുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും യുദ്ധം അവസാനിക്കുന്നതിൻ്റെ സൂചനകളല്ല, മറിച്ച് കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് എണ്ണയാണ് തൻ്റെ ലക്ഷ്യം എന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റുകൾ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. സെൻസെക്സ് ഏതാണ്ട് 2000 പോയിന്റോളം താഴ്ന്നു ഓപ്പണിംഗിൽ തന്നെ എന്ന വിവരം വരികയാണ്. ആശ്വാസകരമായ ഒരേ ഒരു കാര്യം, രൂപ അല്പം ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഡോളറിനെതിരെ ഏതാണ്ട് 1.4% ഉയർന്നാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് ഇന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.